എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പഠിക്കുന്നത് കേരള PSCക്ക് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നവംബർ 2024 കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ആൻസർ വരുന്നത് കെ സഞ്ജയമൂർത്തിയാണ്. കെ സഞ്ജയമൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി? ആൻസർ വരുന്നത് ഹരിണി അമരസൂരിയാണ്. ആരാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി? ഹരിണി അമരസൂരിയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ആൻസർ കൊല്ലത്താണ്. കൊല്ലത്താണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാവുന്നത്. അടുത്ത ചോദ്യം. 2025 അതായത് അടുത്ത വർഷത്തെ G20ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ദക്ഷിണാഫ്രിക്കയാണ് അടുത്ത G20യിലെ അധ്യക്ഷത വഹിക്കുന്നത്. പ്രസിഡൻ്റ് ആരാണ് അവിടുത്തെ? സിറിൽ റാമഫോസയാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങളൊന്നും കൂടെ പഠിക്കാം. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? കെ സഞ്ജയമൂർത്തിയാണ്. ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്ററാണ് ഹരിണി അമരസൂര്യ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതിയാണ് കൊല്ലം. അടുത്ത G20 അധ്യക്ഷത വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. അവിടുത്തെ പ്രസിഡൻ്റാണ് സിറിൽ റാമഫോസ. ഈ വർഷത്തെ 2024 അധ്യക്ഷത വഹിക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. ആ G20 സമ്മിറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് അടുത്ത വർഷത്തെയാണ്, ദക്ഷിണാഫ്രിക്കയിലാണ്. അടുത്ത ചോദ്യമാണ്. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗം ആയിട്ടുള്ള കൈവരിക്കാൻ സാധിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ ഈ അടുത്ത് വിക്ഷേപിച്ചിരുന്നു. അത് വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നതാണ് ചോദ്യം. ആൻസർ നാലാമത്തെ രാജ്യമാണ്. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈല് ഇന്ത്യ ഈ നവംബർ മാസം 2024 വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഹൈപ്പർസോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാക്കാണ് ഹൈപ്പർസോണിക്കിനെ സൂചിപ്പിക്കുന്നത്. അതായത് ശബ്ദത്തിൻ്റെ വേഗതയുടെ ഏകദേശം 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ/സെക്കൻഡ് ആണ്. അതിൻ്റെ 5 ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1500നും 1600നും ഇടയിലുള്ള വേഗതയാണ് ഇതിന് ഉള്ളത്. അടുത്ത ചോദ്യം. അപ്പെക്കിൻ്റെ സമ്മേളനം എവിടെയാണ് നടക്കുന്നത്? ഏത് രാജ്യത്താണ്? പെറുവിലെ ലിമയിലാണ് അപ്പെക്കിൻ്റെ സമ്മേളനം നടക്കുന്നത്. ഏഷ്യ പസഫിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അപ്പെക് എന്ന് പറയുന്നത്. അതിൻ്റെ സമ്മേളനം നടക്കുന്ന രാജ്യമാണ് പെറുവിലെ ലിമ. ഓക്കെ, അടുത്ത ചോദ്യം. നൈജീരിയൻ ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയ സന്ദർശനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടുത്തെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം, നൈജീരിയൻ ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇത് ലഭിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം.
ഓക്കെ. അടുത്ത ചോദ്യം, ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് റോക്കറ്റിൽ ഭ്രമണപഥത്തിലെത്തുന്ന ഇന്ത്യൻ ഉപഗ്രഹം. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് റോക്കറ്റിൽ ഭ്രമണപഥത്തിലെത്തുന്ന ഇന്ത്യൻ ഉപഗ്രഹമാണ് GSAT-20 എന്ന് പറയുന്നത്. GSAT-20 ആണ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് റോക്കറ്റിൽ ഭ്രമണപഥത്തിലെത്തുന്ന ഇന്ത്യൻ ഉപഗ്രഹം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര 2020 ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാരാണ്? നമുക്ക് അഭിമാനിക്കാം. ആ സെഞ്ചുറി നേട്ടം കൈവരിച്ചിട്ടുള്ളത് സഞ്ജു സാംസൺ ആണ്. ഇൻ്റർനാഷണൽ 2020 ക്രിക്കറ്റിൽ 2024 അദ്ദേഹം 3 സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത്. ഇൻ്റർനാഷണൽ T20 ക്രിക്കറ്റിൽ 3 സെഞ്ചുറികളാണ് അദ്ദേഹം 2024 നേടിയിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, 2024 മിസ് യൂണിവേഴ്സ് പുരസ്കാരം നേടിയത് ആരാണ്? വിക്ടോറിയ ഖെജർതെണ്ടലാണ് 2024 മിസ് യൂണിവേഴ്സ് പുരസ്കാരം നേടിയത്. വിക്ടോറിയ ഖെജർതെണ്ടൽ. അടുത്ത ചോദ്യം, 2024 ബുക്കർ പ്രൈസ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? 2024 ബുക്കർ പ്രൈസ് നേടിയത് സമന്ത ഹാർവിയാണ്. സമന്ത ഹാർവിക്കാണ് 2024 ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അവരുടെ ഏത് നോവലിനാണ് ലഭിച്ചത്? ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിനാണ് സമന്ത ഹാർവിക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചത്. അടുത്തത്, അടുത്തിടെ 50 വർഷം തികഞ്ഞ സുപ്രീം കോടതിയുടെ വിഖ്യാത വിധി ഏതാണ്? സുപ്രീം കോടതിയുടെ ഒരു വിഖ്യാത വിധിയാണ് കേശവാനന്ദ ഭാരതി കേസ്. നമ്മൾ കേട്ടിരിക്കും അല്ലേ? വളരെ പ്രശസ്തമായിട്ടുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസ് ഈ വർഷം വിധി വന്നിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് സഞ്ജയ മൂർത്തി. ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്ററാണ് ഹരിണി അമരസൂര്യ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. അടുത്ത G20 അധ്യക്ഷം വഹിക്കുന്നത്, അതായത് 2025 അധ്യക്ഷം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. അവിടുത്തെ പ്രസിഡൻ്റാണ് സിറിൽ റാമഫോസ. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈല് വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 4ാമത്തെ രാജ്യം. ഏഷ്യ പസഫിക് എക്കണോമിക് കോറിഡോർ, ഇതിൻ്റെ മീറ്റിംഗ് എവിടെയാണ് നടക്കുന്നത്? പെറുവിലെ ലിമ. അടുത്ത, നൈജീരിയൻ ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ പുരസ്കാരം ലഭിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് റോക്കറ്റിൽ ഭ്രമണപഥത്തിലെത്തുന്ന ഇന്ത്യൻ ഉപഗ്രഹമാണ് GSAT-20. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ ഒരു കലണ്ടർ വർഷം, അതായത് 2024 ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ, 3 സെഞ്ചുറി. 2024 മിസ് യൂണിവേഴ്സാണ് വിക്ടോറിയ ഖെജർതെൽ. 2024 ബുക്കർ പ്രൈസ് നേടിയതാണ് സമന്ത ഹാർവി. സമന്ത ഹാർവിക്കാണ് 2024 ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. നോവലാണ് ഓർബിറ്റൽ. അടുത്തിടെ 50 വർഷം തികച്ച സുപ്രീം കോടതിയുടെ വിഖ്യാത വിധിയാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വാരി വലിച്ച് പഠിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.